എങ്ങനെ ഇതൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഗതികളായി മാറുന്നത് ഒരു മനുഷ്യന്? ഇതിനാണ് അവർക്ക് പ്രയോറിറ്റി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോളൂ. നിങ്ങൾ പത്രപ്രവർത്തകരാണ്. ഈ കേരളത്തിൽ എത്ര മണ്ഡലത്തിൽ വികസനം നടന്നു ഒന്ന് പറയാമോ? 2 വർഷം കഴിഞ്ഞു, 2.5 വർഷമായി ഇപ്പോഴത്തെ ഗവൺമെന്റ് കയറിയിട്ട്. പഴയ ഗവൺമെന്റ് കയറിയോടെ നിൽക്കില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് മാത്രം എത്ര മാത്രം വികസനമാണ് കേരളത്തിൽ നടന്നത്? എന്താ നടന്നത്? സമയമല്ല. എന്താ നടന്നത്? വിവാദങ്ങൾ. 1 വർഷം വിവാദം എന്താണ്? ഈ 1 വർഷം സോളാർ വിവാദം ഇപ്പോഴും അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആവിടെ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ അത് വിവാദത്തിൽ പോയി. കണ്ണൂർ വിമാനത്താവളം അതിപ്പോൾ വിവാദം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ സീ പ്ലെയിൻ്റെ ഒരു ഇനോഗ്രേഷൻ നടന്നു. സീ പ്ലെയിൻ എവിടെ പോയി? അത് മറന്നുപോയോ? എത്ര കോടി രൂപ ഇതിന് ഇനോഗ്രേഷന് 1.5 കോടി 2 കോടി രൂപ മുടക്കി. പക്ഷെ സംഭവം എന്ത് ചെയ്യും? അപ്പോൾ അതിനൊന്നും കേരളത്തിന്റെ ഖജനാവിന് നഷ്ടമില്ല. സോളാർ കേസിൽ 1 രൂപ പോലും അങ്ങോട്ട് വാങ്ങിയിട്ടല്ലാണ്ട് ഇങ്ങോട്ട് 1 രൂപ പോലും ആരും തന്നു. കേരള ഗവൺമെന്റ് 1 രൂപയുടെ ചില്ലി പൈസ സോളാർ എന്ന് പറഞ്ഞിട്ട് ചെലവാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ഇതാണ് കൊടുത്തോണ്ട്. കേന്ദ്ര സർക്കാർ അത് നമുക്ക് മാത്രം തരുന്നതല്ലല്ലോ, എല്ലാവർക്കും കൊടുക്കുന്നതാണ്. 1 രൂപ പോലും തന്നിട്ടില്ല. മാധ്യമപ്രവർത്തകരൊക്കെ എങ്ങനെയായിരുന്നു? മാധ്യമപ്രവർത്തകരെ കുറിച്ചൊക്കെ എന്തൊക്കെയാ മനസ്സിലായത്? മാധ്യമപ്രവർത്തകർ എനിക്ക് മനസ്സിലായത് മാധ്യമപ്രവർത്തകർ എനിക്ക് റെസ്പെക്ട് ഉണ്ട്. അവരുടെ എന്തൂസിയാസം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇത് ചെയ്യുന്നു. പക്ഷെ ചില കാര്യങ്ങൾ അതായത് ചില പത്രത്തിൽ സരിത ഇന്ന് കൊടുത്ത സാരി പിങ്ക് നിറമുള്ള സാരി അണിഞ്ഞ സരിത കോടതിയിൽ അതിൻ്റെ ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം. ഈ പിങ്ക് നിറമുള്ള സാരി കൊടുക്കുന്ന സരിത എന്ന് പറഞ്ഞ പത്രത്തിൽ എന്ത് കിട്ടാനാണ്? അതുപോലെ ഒരു കാലത്ത് ആളുകൾ പിച്ചുമാന്തൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ ഈ പൊതുസ്ഥലത്തൊക്കെ. ഒരു പോയിന്റാണ് പുറത്ത് കിട്ടിയത്. ആളുകൾക്ക് ഭയങ്കര തൊട്ട് നോക്കണോ? പോലീസുകാരോ? പോലീസുകാർ ലേഡീസാണ് എനിക്ക് കൂടുതലുള്ളത്. ജെൻസാണ് മാന്തത്തിന്റെ ഇടയിൽ കൂടെ വന്ന് കൈ പോലീസുകാര് അല്ല പോലീസുകാരെ എടുത്തൊന്നും തൊട്ടിട്ടില്ല. ഞാൻ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കൈ വരുന്ന കാണുമ്പോഴേ ഞാൻ ഓടും. ഇടയിൽ കൂടെ ജോൺ ബ്രിട്ടാസ് ഒക്കെ എങ്ങനെയാ ഇന്റർവ്യൂല് പരാമർശിക്കപ്പെട്ടത്? ബ്രിട്ടാസിന്റെ ഫോൺ കോൾ എനിക്ക് വരാനുണ്ടായിരുന്നു. ഫോണിന്റെ എന്താണ് ബ്രിട്ടാസിനെ ടാർഗറ്റ് ചെയ്തത് UDF ആണ്. അല്ല സ്വാഭാവികമായിട്ടല്ലേ പത്രപ്രവർത്തകർ വിളിക്കുന്നത്? അതെ, ബ്രിട്ടാസ് വിളിച്ചതുകൊണ്ടാണ്. ഞാൻ UDF ആയതുകൊണ്ടാണ് ബ്രിട്ടാസിനെ വിളിച്ചത്. ബ്രിട്ടാസ് അപ്പം തിരിച്ച് കൈരളിയിലേക്ക് പോകുന്ന ഒരു തയ്യാറെടുപ്പിനിക്കാണ് ഏഷ്യാനെറ്റിൽ. അപ്പം ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിൽ പ്രോഗ്രാമിന്റെ സമയത്ത് സോളാറിന്റെ ഒരു പ്രോജക്റ്റ് സോളാർ ഭയങ്കര നന്നായി ഞാനാണ് എറണാകുളം ഫുള്ള് സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷ്മി ലക്ഷ്മി. അപ്പം ഞാൻ എന്തായാലും അങ്ങനത്തെ വിളിച്ചാലും എവിടെ വിളിച്ചാലും പിന്നെ ഈ എന്താ നടപടിക്ക് സർക്കാർ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു MLA പോയി നോക്കിയിട്ട് മന്ത്രിസഭ ഞാൻ വെയിറ്റ് ചെയ്തോ. മന്ത്രിസഭ താഴെയിട്ടുള്ള പരാതി എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് മന്ത്രിസഭ. അയാൾ എന്ത് കുറ്റം ചെയ്തു? ഉമ്മൻചാണ്ടി ഒരു കുറ്റം ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ മന്ത്രിസഭ താഴെ പോകണമെന്ന് എനിക്ക് എന്റെ അജണ്ടയിലില്ല. അതുകൊണ്ട് RSPP വരുന്നിടം വരെ വെയിറ്റ് ചെയ്തു. 2 പേരുടെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഇയാൾ പോയിട്ട് മതി ഒന്നും സംഭവിക്കാനില്ല. ഇതിവിടെ പറയൂ. സോളാർ ചർച്ചയ്ക്ക് എവിടെ വിളിച്ചാലും ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക്. അങ്ങനെ സോളാറിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അപ്പൊ ഞാൻ ഡൽഹിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മീറ്റിംഗിലാണ്, കുറച്ച് ലേറ്റ് ആകുമ്പോൾ എൻ്റെ കസിൻ ചേച്ചിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഞാൻ റിലാക്സ് ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ 9:30 കഴിഞ്ഞിട്ട് വിളിക്കാവുള്ളൂ, ബിക്കോസ് ഐ ഹാവ് സം റെക്കോർഡിങ്സ്. ശരി, അയാളൊരു പത്രപ്രവർത്തനാണ്. അയാൾ 9 കഴിഞ്ഞ് വിളിച്ചു. അയാൾ 9 കഴിഞ്ഞ് വിളിച്ചില്ല, 10:30 വിളിച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കി 9:30 കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ്സോടെ കഴിഞ്ഞു. അയ്യോ എന്നെ ഉൾട്ടേക്കാനാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സംസാരിച്ചപ്പോൾ സോളാറിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫീഡ്ബാക്ക് എഴുതിക്കൊണ്ടിരിക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾ വരണം, ഒരു സ്പീക്കിംഗ് ഇയാൾ ക്ലോസ് ആയിരിക്കണം എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു എന്നെ വിട്ടേരാം, ഞാൻ വരത്തില്ല. മീഡിയസ് എൻ്റെ കാര്യം എന്നെ വിടത്തില്ല, അത് വേറെ വിഷയം. അപ്പം ഞാൻ തരത്തില്ല, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ 2-3 പേരെ അറേഞ്ച് ചെയ്ത് തരാം. അങ്ങനെ 3-4 പേരെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇതാണ് ഞാൻ ചെയ്തത്. പ്രോഗ്രാം നടന്നോ?
ഇടയ്ക്ക് നടന്നോ? ഉണ്ടായി. ഞാൻ നല്ല നല്ല കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കാൻ അതിൻ്റെ കസ്റ്റമേഴ്സിനെ കൊടുത്തു. ഒരു പ്രോഗ്രാമിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വിളിച്ചാണ്. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് പുള്ളി കീപ്പ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ചുമ്മാ പുള്ളിക്ക് എന്ത് തോന്നിയാണ് ഞാൻ സംസാരിക്കാൻ തോന്നിയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യം എന്തായി ഉണ്ടായിച്ചു. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി സ്കിപ്പ് ചെയ്ത് നേരെ കൈരളി TV-യിലോട്ട് ചാർജ് ചെയ്തു CEO ആയിട്ട്. അപ്പോൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ ഏഷ്യനെറ്റിൽ മാറി കൈരളി TV-യിലാണ് എന്ന്. അങ്ങനെ എനിക്ക് ഈ പുള്ളിക്ക് വേറൊരു സോഴ്സ് വഴി ഞാൻ യൂണിയൻ വരെയാണെന്നൊരു ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് പുള്ളി എന്നെ നോക്കി, അതായത് കുറേ മെഷീനകത്താക്കാൻ നോക്കി. പക്ഷെ ഒരിടത്ത് പോലും ഞാൻ വീണില്ല, സ്കിപ്പ് ചെയ്തു. അത്ര ഇവിടെ സംഭവിച്ചുള്ളൂ. അന്ന് തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്ന് ഈ പ്രശ്നങ്ങൾ ചെറുതായി തുടങ്ങിയിരുന്നു. അന്ന് കസ്റ്റമേഴ്സ് പരാതിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. പെറ്റീഷൻ വന്നതനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അത് ബ്രിട്ടാസിന് അറിയാൻ തുടങ്ങി. ബ്രിട്ടാസ് അറിയാതിരിക്കുന്നില്ലല്ലോ. ബ്രിട്ടാസിന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ 1-2 പേര്. അപ്പം എന്തിനാ ബിജു രാധാകൃഷ്ണൻ തന്നെ ബ്രിട്ടാസിന്റെ അടുത്തേക്ക് പറഞ്ഞു കമ്പനിയുടെ പ്രശ്നങ്ങളോ കൂട്ടി പൊളിച്ച് പുറത്തു പോയിട്ട് ആദ്യം പോയി ബ്രിട്ടാസിന്റെ അടുത്താണ്. അതുകൊണ്ട് അഴിക്കുന്നതായിട്ട് അതൊരു പാർട്ടിയാണ്. ബിജു രാധാകൃഷ്ണൻ CPM കാരനാണോ? ബിജു രാധാകൃഷ്ണൻ LDF ആണ്. അവളുടെ എല്ലാ ഫ്രണ്ട്സും യൂണിറ്റിലാണ് എന്ന് പറഞ്ഞിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടാക്കി. അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കിയപ്പോൾ ബ്രിട്ടാസ് ഒബിയസ്ലി എന്ത് ചെയ്യും? സംരക്ഷിക്കാൻ നോക്കി. നമ്മൾ പത്രമാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാർട്ടിയെ ബേസ് ചെയ്തുള്ള പത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൂറ് കാണും. വാർത്തകളെ അത് ബാധിച്ചിട്ടുണ്ടോ? വന്ന വാർത്തകളെ രാഷ്ട്രീയം സ്വാധീനിച്ചോ? വന്ന വാർത്തകളെ ഇപ്പോൾ ഈ ഒരു കൈരളി വാർത്ത പുറത്തു വിടുമ്പോൾ അതിൽ വലിയ രാഷ്ട്രീയം ചേർത്തോക്കെ? ആ രാഷ്ട്രീയം ചേർത്ത് ആദ്യമേ അവരാണല്ലോ ചേർത്ത്. അല്ല, അതൊക്കെ ഇപ്പോൾ എക്സ്ക്ലൂസീവ് പലരും വാർത്തകൾ വരും. പക്ഷെ അതിൽ അവരെ ആദ്യം ചേർത്തത് തന്നെ ബിജു രാധാകൃഷ്ണനാണ്. ബിജു രാധാകൃഷ്ണൻ സോഴ്സ് നിന്നാണ് അവർ ആദ്യം വാർത്ത കൊടുക്കുന്നത്. ശരി, ബിജു അബ്സ്കോണ്ട് ചെയ്തു. അപ്പൊ അയാൾക്കത് പ്രശ്നമാവില്ല എന്ന് ബിജു കരുതിയോ? അയാൾ കരുതിയത് ബുദ്ധിപരമായ വേറൊരു നീക്കം. ശാലും അയാളും കൂടെ വിചാരിച്ചു എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോയാൽ അവരുടെ ഡൈവേഴ്സിറ്റി പോകില്ല. അപ്പൊ എനിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നത്തിനിടയ്ക്ക് എന്നെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവർ രണ്ടുപേർക്കും പ്രശ്നങ്ങളില്ല. അതാണ് അവർ തിങ്ക് ചെയ്തത്. അപ്പൊ ഈ കാര്യങ്ങൾ ബ്രിട്ടാസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞില്ല? ഞാൻ പറഞ്ഞു. എന്നിട്ട് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ഈ സാഹചര്യമൊക്കെ പ്രയോറിറ്റി ഓഫ് ദാറ്റ് ന്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇനിയിപ്പോൾ എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും ദാറ്റ് വിൽ ഹാപ്പൻ. അതെനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി, എൻ്റെ കമ്പനിയെ സേവ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ഡ്യൂട്ടി അത് ഞാൻ സെർവ് ചെയ്തു, അത്രേ ഉള്ളൂ. അത് പിന്നെ ബ്രിട്ടാസ് ഏറ്റെടുത്തോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമേ ആയിരുന്നു. അയാൾ എന്ത് വേണേലും എഴുതിക്കൊണ്ടെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എന്താ ചെയ്യാം? എന്താ കൊടുക്കാൻ പറ്റുന്ന വാർത്തയുള്ള ഇന്നോ കൊടുക്കാൻ പറ്റുന്ന മാധ്യമ വാർത്തകൾ സെൻസേഷണൽ റിപ്പോർട്ടിംഗ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്യും. സെൻസേഷണൽ വാർത്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല. ഇപ്പൊ എനിക്കിപ്പോ ഇതൊന്നും കിട്ടിയാലും ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യാറില്ല. ന്യൂസ് കൊടുക്കും. ഞങ്ങളുടെ വക വിശകലനം ഒന്നും അതിൽ ആഡ് ചെയ്യാറില്ല. ഈ സരിതയുടെ മുഖഭാവം അപ്പൊ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇതാണ് ഈ വാർത്ത ആഡ് ചെയ്യാറില്ല. അങ്ങനെയല്ല. എന്നെ അവിടുന്ന് ആർഗ്യൂ ചെയ്ത് 4 ദിവസത്തെ കസ്റ്റഡിക്ക് വാങ്ങിച്ചോണ്ട് പോകുന്നു. 1:30 എന്നെ അയാൾ തൊണ്ട കീറി നിന്ന് എന്നെ പിന്നെ നമ്മുടെ ഒബ്ജക്ഷനൊന്നും വകവെക്കാതെ അവർ ചോദിച്ച 7 ദിവസം എന്നിട്ട് 4 ദിവസം കഷ്ടപ്പെട്ട് എന്നെ കസ്റ്റഡി വാങ്ങിച്ചോണ്ട് പോവാണ്. 1:30 എന്നെ വാങ്ങിച്ചോണ്ട് പോയി 3:45 വരെ തിരിച്ചു കൊണ്ടുവന്നു. അത് മനസ്സിലായിക്കോണം. അപ്പം വന്നപ്പം APPയോട് മജിസ്ട്രേറ്റ് ചോദിച്ചു 4 ദിവസത്തേക്കെന്നാണ് പറഞ്ഞ് 4 മണിക്കൂറത്തേക്കാണ് നോർമലി ക്വസ്റ്റ്യൻ. അപ്പം ലോയേഴ്സ് എല്ലാം ചിരിച്ചു. അപ്പം ഇയാൾ പറഞ്ഞ മറുപടിയാണ് ബാക്കി മജിസ്ട്രേറ്റുകൾ ചിരിപ്പിച്ചത്. അത് സരിതയായതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ പറ്റുന്നില്ല. അന്നപ്പം ഇയാൾ ചോദിച്ചു സരിതയായതുകൊണ്ട് എന്താ, അതുകൊണ്ട് നിങ്ങൾ പോലീസല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്ത് എവിടെയെങ്കിലും മാറ്റണം എന്ന് പറയും. സാറേ ഒന്നും ചോദിക്കാനില്ല, അടുത്ത ക്വസ്റ്റ്യൻ
ഒന്നും ചോദിക്കില്ല. അപ്പൊ ഞങ്ങളുടെ അഡ്വക്കേറ്റ് ഒരു ചാൻസ് കിട്ടി. അപ്പൊ ഞങ്ങളുടെ അഡ്വക്കേറ്റ് അന്ന് തന്നെ ജാമ്യം അനുവദിക്കുകയാണ് അതിനായിട്ടും. ഞങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞു, സാറേ അവർക്ക് തന്നെ അറിയാം ഈ കേസിനകത്ത് എന്റെ കക്ഷിയില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ആ മജിസ്ട്രേറ്റ് ഉടനെ തന്നെ ഞങ്ങളുടെ ബെയിൽ പെറ്റീഷൻ അലോ ചെയ്തു. അപ്പൊ മജിസ്ട്രേറ്റ് ചിരിച്ചു, APPയോട് എന്താ ചോദിച്ച് ചിരിച്ചു. ആ ചിരിയിലെ എല്ലാവരും ചിരിച്ചു. അപ്പൊ നമ്മൾ കൂടിനകത്ത് നിൽക്കുന്നത് നമ്മളും ചിരിച്ചു. തിരിച്ച് അതായത് വന്നപ്പോ ഉള്ള ആൾക്കാർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എന്നെ തിരിച്ചു കൊണ്ടുവന്നു അവിടെ, മനസ്സിലായില്ലേ? അപ്പം ചിരിച്ചപ്പോ നമ്മൾ ചിരിച്ചു. ഇതിന്റെ മാത്രം ഫോട്ടോ എടുത്ത് TV-ലിട്ട് അല്ല പേപ്പറിലിട്ടിട്ട് മജിസ്ട്രേറ്റ് ചിരിച്ചു, കൂടെ സരിത ചിരിച്ചു, കൂടെ മജിസ്ട്രേറ്റ്. അങ്ങനെയാക്കി. അത് വെറും പൊളിഷൻസ് അല്ലേ? നല്ല ആളുകൾ വായിക്കുന്ന എനിക്ക് വേണം എന്തോ. പിന്നെ ഒരു കോടതിയിലാണെങ്കിൽ ചെന്ന ആ മജിസ്ട്രേറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് അയാളുടെ മറ്റേ ടൈപ്പ് എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അയാൾ കേസ് പിടിക്കില്ല. എന്റെ കുറ്റമാണോ? ഒരു പത്രപ്രവർത്തകൻ, ഒരു ലോക്കൽ ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചതാണ് ആ സ്ഥലത്തെ റിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നത്, എന്തുകൊണ്ട് മജിസ്ട്രേറ്റ് നിങ്ങളുടെ കേസ് ആദ്യം വിളിച്ചിട്ട് മാറ്റി വെച്ചു എന്നോടാണ് ചോദിക്കുന്നത്. ഞാനൊരു പ്രതിയാണ്. നമുക്ക് കൂട്ടിനകത്ത് കയറി സാറേ എന്റെ കേസിന്റെ ആദ്യം വിളിക്കാത്തതൊന്നും നമുക്ക് ചോദിക്കാനുള്ള പവറുണ്ടോ? നമ്മളവിടെ പ്രതിയാ. എപ്പോൾ വിളിക്കുന്നോ പിന്നെ വൈകുന്നേരമേ വിടുത്തുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം. നമ്മൾ വൈകുന്നേരം പോകാൻ പറ്റത്തുള്ളൂ ഒരു കോടതിക്കകത്ത്. ആ ഒരു നടപടിയെ പോലും നമ്മൾക്ക് തിരിച്ച് അതും പേപ്പറിലിടുന്ന ആൾക്കാരാണ്. സരിത എത്ര പെറോട്ട കഴിച്ചു, പഞ്ചസാര കുട്ടിയാണോ കഴിച്ചത്, എന്ത് കറിയാണ് കൊടുത്തത്, ചിക്കൻ കഴിക്കാറുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കാറില്ല, ഞാൻ കരിമീൻ പൊളിച്ചത് കഴിക്കാറില്ല, എനിക്ക് കരിമീൻ ഉമ്മൻചാണ്ടിയുടെ അതിലെ പോയത് അത് ഞാൻ ഇന്നലെ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ വിഷയമാണ്. സൂര്യ TV പറഞ്ഞോ? നമ്മുടെ കോടതിക്കകത്ത് തിരിച്ചു മടിയെല്ലാം കൊണ്ട് നമ്മളൊരു നീങ്ങുന്ന കുറെ അവന്മാർ ബൈക്കിൽ ഇങ്ങനെ പോലീസ് വണ്ടിയുടെ പുറകെ വരുവാണ്. അപ്പൊ ഏതൊക്കെ സിഗ്നൽ പോയിന്റ് നിൽക്കുന്നു അവിടെ എല്ലാം അവന്മാർ ചുറ്റും വന്ന് നിൽക്കുക. ഫോട്ടോ മൊബൈലിൽ കൂടെ ഫോട്ടോ എടുക്കുന്ന ഒരുമാതിരി ക്രൈക്കുമാതിരി കുറെ എണ്ണം ഫോട്ടോ വെച്ചിരും കണ്ടുള്ള. അപ്പൊ നമ്മൾ ഈ NH പോകാന്ന് വെച്ചാൽ NH മൊത്തം ടാർ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവമുണ്ട്. അവന്മാർ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. വൈകിട്ട് വന്നിട്ട് ഈ ഡ്രൈവർ വന്നിട്ട് MC റോഡ് എടുക്കുക, അവന്മാർ NH വഴി പോകുമായിരിക്കും. ഞങ്ങളങ്ങനെ MC റോഡ് കയറിയപ്പോൾ അവന്മാർ പോയി. ഞങ്ങൾ ഇതേപോലെ അവിടെ ശബരിമല സീസണാണ്. ഓരോരുത്തർ വണ്ടി നിർത്തി പോകുമ്പോൾ എല്ലാവരും സരിത എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ആൾക്കാർ കൂടുന്നു. സിറ്റിക്കകത്താണെങ്കിൽ ഏറ്റുമാനൂരൊക്കെ ആണെങ്കിൽ സിറ്റിക്കകത്ത് കയറാൻ അത്ര തിരക്കും. ഒരിടത്ത് എല്ലായിടത്തും അങ്ങ് വെയിലത്ത് കിടക്കുക. അപ്പോൾ അങ്ങനെ വന്നിട്ട് സിറ്റിയില്ലാതെ നമുക്ക് പോവാം, നമുക്ക് വഴി പോവാം നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഏറ്റുമാനൂർ ഈ വഴി കയറി. അപ്പം കോട്ടയം സിറ്റിയില്ല, ചെന്നൈ സിറ്റിയില്ല, തിരുവല്ല സിറ്റിയില്ല, നേരെ അങ്ങ് തിരുവല്ല അങ്ങ് എൻ്റെ പോയിന്റിന് ജില്ലയാണ്. ആ വഴി കൂടെ പോകാനെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വണ്ടി ഓടിച്ചു. അപ്പോൾ അന്ന് ഹോട്ടലില്ല, റെസ്റ്റോറൻ്റ് ഇല്ല. നമ്മളൊരു വീട്ടിലൂടെന്ന് പറയുന്നത് തറ അവിടെ എഴുതി വെച്ചിരുന്നു. ഒരു ടാർപ്പണിലൊരു ചെറിയ ഇട. അവിടെ ചെന്ന് എനിക്ക് ഫുഡ് അവർ കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് കഴിക്കാൻ പറഞ്ഞു. ഈ മെയിൽ പോലീസ് രണ്ടുപേരും, ഡ്രൈവർ ഒരു ബാക്കിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, ഇവർ രണ്ടുപേരും മാത്രമാണ് ഫുഡ് വാങ്ങിച്ച് കഴിച്ചത്. അവർ മീൻ വാങ്ങിച്ചാൽ നമ്മൾ നോക്കുന്നേ ഇല്ല. കാര്യം ഇവർ കൊണ്ടുവന്ന ഫുഡിനകത്ത് മീനും അത് കൂട്ടണമെന്ന് അവർ എല്ലാ ലേഡീസിലും ഷെയർ ചെയ്ത് കഴിച്ചു. കൈ കഴുകി തിരിച്ച് വണ്ടി കയറി. പുതുപ്പള്ളിയാണ് നമ്മുടെ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ടില്ല. ആ കടയിലെ ഹോട്ടലിനകത്ത് ഒന്നും എഴുതി വെച്ചില്ല. കുറേ ദൂരം മുമ്പോട്ട് പോയിട്ടാണ് പുതുപ്പള്ളി പള്ളി കാണുന്നത്. അപ്പോൾ പള്ളി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പുതുപ്പള്ളി പള്ളിയല്ലേ, ഞാൻ വണ്ടിക്ക് തിരിച്ചു പറഞ്ഞു. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു ഇത് പുതുപ്പള്ളി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പോയി നേരെ തിരുവല്ല ചെല്ലുന്നു. ഞാൻ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇത്രയും പറഞ്ഞു. ഞങ്ങൾ ഇനി വരുന്നതിന് മുമ്പ് ഞാൻ പുതുപ്പള്ളിയിലെ റിച്ചിൻ്റെ കടയിൽ പോയി നെയ്യൊക്കെ കഴിച്ചു, നായി പിന്നെ നാടൻ ഭക്ഷണം കഴിക്കാൻ സരിതയ്ക്ക് ആഗ്രഹം ഉണ്ടായി. അങ്ങനെയൊക്കെ ഞാൻ ഫുഡ് കഴിച്ചു. എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, അതാണ് എനിക്ക് ഏറ്റവും വിഷമം. ഞാൻ അവിടെ നിന്ന് ഒരു ചോറ് പോലും ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച് കഴിക്കുന്നത് നമ്മൾ അവരുടെ ഒരു പച്ചവെള്ളം പോലും നമ്മൾ കഴിച്ചില്ല. ഞാൻ കൊണ്ടുപോയി കുപ്പിയുടെ വെള്ളം അനുഭവിച്ചു. എന്നിട്ട് ഞാനത് ഒരു തെറ്റി ചെയ്യാതെ ഞങ്ങൾ അനുഭവിച്ചാണ് വന്ന് പോലീസ് ഓഫീസേഴ്സിനെ വന്നിരിക്കുന്നത്. ഞാൻ കാരണം എന്നും അപവാദത്തിലാണ് പോലീസ് ഓഫീസേഴ്സ്. കാര്യം തീന്നാ തന്നെ എല്ലാം സരിതയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നെ എന്ത് ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അമ്മ പോലും ചെയ്യുന്നു. എല്ലാ പ്രതികളുടെയും ബ്രദേഴ്സും സിസ്റ്റേഴ്സും അല്ല റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ കോടതി വരും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രിവിലേജ് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ഒരിടത്ത് പോലും എൻ്റെ അമ്മയും കുട്ടികൾ വന്നിട്ടില്ല. എൻ്റെ അഡ്വക്കേറ്റ് എന്നെ എപ്പോൾ കേസ് കഴിഞ്ഞ് വണ്ടി കയറുന്നു അതോടുകൂടി നമ്മുടെ ടോക്ക് അവസാനിച്ചു. അവിടെ നമ്മളൊരു രൂപ പോലും, ഒരു രൂപയുടെ സാധനം പോലും അദ്ദേഹത്തോടെ വാങ്ങിച്ചു കഴിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ചാണ്ടി പരിചയം